ഹലോ, ഇത് ഏർലി മോർണിംഗ് 4 o'clock ആണ് കേട്ടോ. 4 o'clock നമ്മൾ 1 hour ട്രാവൽ ചെയ്തിട്ട് വേണം നമ്മൾ മൗണ്ട് ബ്രോമോയിലെത്താൻ. അപ്പോൾ മൗണ്ട് ബ്രോമോയിലെ സൺറൈസ് ആണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ 5 മണിയായപ്പോൾ നമ്മൾ മൗണ്ട് ബ്രോമോയുടെ വ്യൂ പോയിന്റിലെത്തി. അപ്പോൾ ഈ മൗണ്ട് ബ്രോമോ ഉള്ളത് ഇന്തോനേഷ്യയിലെ മലാങ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെറിയ സൺലൈറ്റ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സൺറൈസ് കാണാൻ പോകുന്നത്. ഇവിടെ പലപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും നടന്നിട്ടില്ല. തണുപ്പ് കാരണം എണീക്കില്ല. ഇതും ഭയങ്കര തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇത്തിരിയും കൂടിയൊക്കെ ലൈറ്റ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5:30 ഇത്രയൊക്കെ ആവാറായിട്ടുണ്ട്. കുറച്ചും കൂടെ വിസിബിളായി. നമുക്ക് താഴെയുള്ള മഞ്ഞൊക്കെ കുറച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മൗണ്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പാണ് ഇവിടെ. നമ്മളിവിടെ വരുന്നുണ്ടെങ്കിൽ സ്വെറ്റർ, ഹുഡി എല്ലാം എടുത്ത് വളരെ ശ്രദ്ധിച്ചു വേണം വരാൻ. പിന്നെ ഇവിടെ ഒന്നും ഇല്ലാണ്ട് വന്നാലും ഇവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഇത് വിൽക്കുന്നുണ്ട്. സോ നോ പ്രോബ്ലം, നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അങ്ങനെ കാത്തിരുന്ന സൺറൈസായി. ഇപ്പോൾ ഏകദേശം ഒരു 5:55 ആ ടൈമായി. ഇവിടെ നല്ല തണുപ്പ്, നല്ല മഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഒക്കെ വന്നവർ പറഞ്ഞിട്ടുണ്ട് ഇതിലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഇതിലും മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അത്രയും മഞ്ഞില്ല ഇവിടെ. ഇനി ഇവിടെ തിരക്ക്, ഭയങ്കര തിരക്കാണ് കേട്ടോ. എന്തൊരു ആൾക്കൂട്ടമാണെന്നറിയോ ഇവിടെ. നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗമല്ലേ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. നമ്മുടെ ബാക്കിലേക്കൊക്കെ നിറച്ചു ആൾക്കാരാണ്. ഇനി മൗണ്ട് ബ്രോമോയുടെ താഴ്ഭാഗത്തേക്ക് പോവാണ്. ഇത് ഏകദേശം ഒരു 40-45 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. ഇനി നമുക്കിവിടുന്ന് വോൾക്കാനോയുടെ ക്രേറ്റർ കാണാൻ പോകണം. അപ്പോൾ വോൾക്കാനോ ക്രേറ്റർ കാണാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. പിന്നെ കുറച്ച് മൗണ്ടൈൻസിൻ്റെയൊക്കെ ഇതുണ്ട്, നമുക്കതൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരുതരം ഈ ലാവ ഇങ്ങനെ ഒഴുകി വന്നിട്ട് അത് പൊടിഞ്ഞ് വന്നിട്ടുള്ളൊരു തരം ഒരു കറുത്ത ഭയങ്കര പൊടിയായിട്ടുള്ളൊരു തരം മണ്ണാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇത് രാവിലെ അല്ലേ, ഇപ്പോൾ ഒരു 7 മണി സമയമായിട്ടുള്ളൂ. സോ നല്ല തണുപ്പാണ്. വെളിച്ചമുണ്ട്, പക്ഷേ അങ്ങനെ നമ്മൾ കിടക്കിടാന്ന് വെക്കുന്ന തണുപ്പാണ് ഇവിടെ. നമ്മളിപ്പോൾ ഇന്തോനേഷ്യ വന്നിട്ട് ഏകദേശം 3 വർഷമാറായി. നമ്മളിവിടുത്തെ ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ബാലി അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാലിയുടെ ഭംഗിയുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് വീഡിയോയിൽ അത്ര ഒന്നും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കാണുന്നുണ്ടല്ലോ. നമ്മൾ ഇതൊരു ഇന്തോനേഷ്യയുടെ ഭാഗമാണ് ഒന്നാമത്തെ കേസ് തോന്നില്ല. ഇത് വേറെ ഏതോ ഒരു സ്ഥലം പോലെ ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വ്യൂ ആട്ടോ ഇവിടുത്തെ. ഈ രാവിലത്തെ ഈ തണുപ്പും ഈ ചെറിയ സൺലൈറ്റും എല്ലാമായിട്ടൊരു ഭയങ്കര വ്യത്യസ്തമായൊരു വ്യൂ ആണ് ഇവിടുത്തെ.
ഈ സ്ഥലം കാണുമ്പോണ്ടല്ലോ ഇതൊരു നെവർ എൻഡിങ് ആയിട്ടാണ് തോന്നുക. ഇതങ്ങ് പരന്ന് കിടക്കുകയാണ്. എത്ര ദൂരമാണെന്നറിയുമോ? നമുക്കിത് ഒരിക്കലും തീരാത്ത പോലെ തോന്നും ഈ സ്ഥലം. ഇപ്പോൾ പോകുന്ന ഈ വാലി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ള ഈ വാലിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ വാലിയുടെ പേരെന്താണെന്നറിയോ? ഈ വാലിയുടെ പേരല്ല, ഈ വാലി കഴിഞ്ഞുള്ള മൗണ്ടൻ്റെ പേര് തെലുത്തുബീസ് മൗണ്ടൻ ആണ്. കാരണം ഈ തെലുത്തുബീസ് എന്നൊരു ഷോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ BBC ചാനലിലുണ്ടായിരുന്ന ഒരു ഷോയാണ്. ഒരു 3-4 കുട്ടികൾ പോലത്തെ ആൾക്കാരും പിന്നെ ഒരു നല്ല ബേബിയുടെ ഷേപ്പുള്ളൊരു ഒരു സണ്ണും ഒക്കെ ആയിട്ടുള്ളൊരു ഷോയെ. ആ ഷോയ്ക്കകത്തെ മൗണ്ടൻ്റെ അതേ ഷേപ്പാണ് ഇവിടുത്തെ ഈ മൗണ്ടൻ. അതുകൊണ്ട് ഈ മൗണ്ടൻ്റെ പേര് തെലുത്തുബീസ് മൗണ്ടൻ ആണേ. നമ്മൾ അവിടുന്ന് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നിട്ട് നമ്മളിപ്പോൾ പോകുന്നത് വോൾക്കാനോ ക്രേറ്റർ കാണാനാണ്. നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം. പക്ഷേ നടന്ന് നമ്മൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു 10-250 സ്റ്റെപ്പുണ്ട്. അപ്പോഴത്തേനും നമ്മൾ മടുക്കും. പിന്നെ വെയിലിൻ്റെ ചൂടും അത്യാവശ്യം കൂടി വരുന്നുണ്ട്. പിന്നെ നല്ല പൊടിയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുതിരയുടെ പുറത്ത് ഇങ്ങനെ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കുതിരപ്പുറത്താണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കുതിര എവിടെ വരെ കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്സിൻ്റെ താഴെ വരെ കൊണ്ടുപോകും നമ്മളെ. കുറേ ദൂരം നമ്മൾ ഈ വന്ന വഴി കണ്ടു, ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് വന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുതിരപ്പുറത്ത് നമ്മുടെ വോൾക്കാനോ ക്രേറ്റർ കാണാൻ വേണ്ടി പോവുകയാണേ. വോൾക്കാനോ ക്രേറ്റർ വലിയൊരു എറപ്ഷൻ കഴിഞ്ഞിട്ട് സ്റ്റിൽ അതിനകത്ത് ഇങ്ങനെ നമുക്ക് ബോയിലാവുന്ന കാണാൻ പറ്റും. പിന്നെ വല്ലാത്തൊരു സ്മെല്ലാണ് ആ സൾഫറിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ.
നമ്മൾ പയ്യെ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.